അളിയാ അളിയാ ആരാ? ഞാനാ. എന്താ ഈ നേരത്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? സുലൈഖാന്റെ മേലുള്ള സ്വർണ്ണം എനിക്ക് തരണം. ഞാൻ ഗൾഫിൽ ചെന്നിട്ട് പൈസ അയച്ചുതരാ. അത് വേണ്ട, ഞാനൊന്നും തരൂല. സ്വർണം ചോദിച്ച സക്കീറെ ഇജ്ജ് ഇങ്ങോട്ട് വരും വേണ്ട. പോയിക്കോ പോയിക്കോ പോയിക്കോ. അളിയ, എനിക്ക് കുറച്ച് പണം വേണം. ഞാൻ ആകെ കുടുങ്ങിക്കണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആകെ കട. പൈസ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്റെ കയ്യിലൊരു പൈസ ഇല്ല. പിന്നെ സുലൈഖ കെജുമായി കൊടുത്ത കുറച്ച് സ്വർണ്ണ, അത് ഓള് തരൂല്ല. അളിയ, ഇത് ഇങ്ങോട്ട് വരണേണ്ട. ആൾക്കാർ എന്നെയും കൂടി തല്ലും. ഇപ്പൊ പഴയ മാരിക്കൊന്നും അല്ല. അടി കൊള്ളാനും തീരെ വയ്യ. ഇജ്ജ് പോയിക്കോ. അസ്സലാമു അലൈക്കും. സുൽഫിയെ, സുൽഫിയെ. ആരാത്? ഞാനാടാ. എന്താടാ? സക്കീറ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇജ്ജ് പിന്നാമ്പുറത്തൂടെ വാ, ഞാൻ അപ്പുറത്തൂടെ വരാം. ആ, എന്താ സക്കീറേ? ഞാൻ ആകെ കുടുങ്ങിക്കണ്. ഇതെനിക്ക് കുറച്ച് പൈസ എവിടുന്നേലും സംഘടിപ്പിച്ചു തരണം. ഇജ്ജ് എന്തായി പറയണേ? നിന്റെ കയ്യിൽ എവിടുന്നാ പൈസ? അങ്ങനെ പറയല്ലേ. ഈ എവിടുന്നേലും ഒപ്പിച്ചുകൊണ്ട. ആരും അറിയാതെ എനിക്ക് ഗൾഫിൽ തന്നെ പോകണം. നാട്ടിൽ നിൽക്കാൻ പറ്റൂല. എന്റെ കയ്യിലൊരു പൈസ ഇല്ല. എനിക്കൊരു പണിയില്ല എന്നുള്ള എനക്ക് അറിഞ്ഞൂടെ? പറ്റുമെങ്കിൽ ഇജ്ജ് പോകുമ്പോ ഇന്നേം കൂടി ഒന്നാണ് ഗൾഫ് കൊണ്ടേക്കോ. അതാണ് അതിന്റെ മാന്യത. അളിയ, എന്താ? ഒന്നുമില്ല, പോയിക്കോ. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും ഞാൻ അറിയുവാൻ വൈകിപ്പോയി. ഇന്ന് ജീവിതം പെരുവഴിയായി. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും. നെഞ്ചിലെ നോവിൽ പുരട്ടിത്തരാനിന്ന് പുഞ്ചിരി പോലും കൂട്ടിനില്ല. നെഞ്ചിലെ നോവിൽ പുരട്ടിത്തരാനിന്ന് പുഞ്ചിരി പോലും കൂട്ടിനില്ല. അരികത്തിരുന്നൊന്ന് കരയുവാനായെൻ്റെ ഉമ്മ പോലും ഇന്ന് കൂടെയില്ല.
കാണേണ്ടതൊന്നും ഞാൻ കണ്ടതില്ല, കേൾക്കേണ്ടതൊന്നും ഞാൻ കേട്ടതില്ല. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും. മോനെ സക്കീറേ, ആരാത്? ഞങ്ങളാ. എന്തിനാ എൻ്റെ കുട്ടി ഇവിടെ വന്ന് കിടക്കണ? വാ, പെരേക്ക് പോകാം. ഇല്ല വാപ്പ, എനിക്ക് ആ വീട്ടിക്ക് വരാനുള്ള യോഗ്യതല്ല. എന്റെ ബാപ്പാന്റെ ഇമ്മാന്റെ മോത്ത് കൊന്ന് നോക്കാൻ പോലുള്ള അർഹത എനിക്കില്ല. ഉമ്മാന്റെ കണ്ണീരും ബാപ്പാന്റെ നെഞ്ചിലെ പടച്ചിലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. എന്നോട് പൊറുക്കണം ബാപ്പ. സക്കീറേ, ഉണ്ടോ മോനെ? എന്റെ മോക്കറിയരുത്. പാപ്പാക്ക് സഹിക്കൂല, പാപ്പാക്ക് സഹിക്കൂല. അളിയൻ വാ, നമുക്ക് വീട്ടിക്ക് പോവാം. അവിടെ ഉമ്മയും സെൽമയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. വെറുതെ ആലോചിച്ച് എന്റെ മോൻ വിഷമിക്കണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ എന്റെ മോൻ വാ, നമുക്ക് വീട്ടിക്ക് പോവാം. പണ്ട് ഇക്കാക്ക ഇവിടുന്ന് ചോറുന്നുമ്പം വൃത്തിയില്ല, ചോറിലെ മുടിയാണ്, എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു. ഒന്നും മിണ്ടായിരിക്കണ സൽമ. ഇജ്ജ് വിഷമിക്കേണ്ട സക്കീറെ, എല്ലാം ശരിയാവും. എല്ലാം എനക്ക് മനസ്സിലായല്ലോ, അത് മതി. സീനാനെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരണം. ഓള് നല്ല പെണ്ണാ. ഓളെ എനക്ക് കിട്ടിയത് എന്റെ ഭാഗ്യെന്ന് കരുതിയാ മതി. ഉമ്മ, എന്റെ കുട്ടി നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. സീനാനങ്ങള് സക്കീറിനൊപ്പം അയക്കണം. ആരും കാല് പിടിക്കോ മാപ്പി ചോദിക്കൊന്നും വേണ്ട. എന്റെ അടുത്തുണ്ട് തെറ്റ്. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല സൗഖ്യത്തെ. എന്റെ മോളെ കെട്ടാൻ വരുന്ന ചെറുക്കൻ പണക്കാരനാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെറുക്കനെ പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല. കാരണം എല്ലാവർക്കും പണം മതിയല്ലോ. ആ അതിമോഹത്തിന് പടച്ചോൻ എനിക്കൊരു താക്കീത് തന്നു. നമ്മൾ എന്താണെന്നോ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നോ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും കാട്ടുന്നുണ്ട് നമ്മൾ കാട്ടിയാലേ ജീവിതത്തിൽ എവിടേക്ക് എത്തൂല. നമ്മുടെ സക്കീറിനും പറ്റിയത് അത് തന്നെയാ. സക്കീറേ, അന്റെ കുട്ടികൾ വളർന്നിട്ട് അന്നോട് ഇങ്ങനെ കാട്ടിയ ഇജ്ജ് സഹിക്കൂ? വാപ്പാക്കും ഉമ്മാക്കും പകരം വെക്കാൻ ഈ ദുനിയാവില് വേറൊന്നുമില്ല. പൈസ ഉണ്ടായപ്പോ അന്റെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോഴോ ഈ വാപ്പിമ്മയല്ലേ ഉള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി മോളെ. മോളെ, ഇവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. പുറപ്പെടാൻ തയ്യാറായിക്കോ. മോമാക്ക, സക്കീറിന്റെ ഭാര്യയായിട്ട് മാത്രല്ല ഇങ്ങളെ മരുവോളും കൂടി ആയിട്ടാ ഞാൻ ഓളെ പറഞ്ഞേക്കണത്. എന്റെ മരുവോളായിട്ടല്ല, എന്റെ മോളായിട്ടാ ഞാൻ ഓളെ കൊണ്ടുപോണത്.
സെക്യൂർ സീൻ ഇവിടെ ഇറങ്ങിക്കോ. നിങ്ങക്ക് ഇവിടെ തന്നെയാ നല്ലത്. ഞമ്മളെ പോരക്ക് തീരെ സൗകര്യമില്ല. ബാപ്പാ ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. വാപ്പാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ മാന്യായിട്ട് ജീവിച്ച് കണ്ടാ മതി. രണ്ടാളൂടെ ഇറങ്ങിക്കോ. ബാപ്പ നമുക്ക് ബേക്കറി വഴി പോകാം. അവിടെ നിന്ന് കയറണം. മോളെ ഞങ്ങളിങ്ങോട്ട് പോന്നു. അതെന്തേ? അവിടെ ഒരു സുഖല്ല. അല്ലെങ്കിലും ബാപ്പയമ്മയും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതിലല്ല, ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വരണം. അതാ അതിന്റെ ഒരു ശരി. അന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഇക്കാക്കി താത്തി ആദ്യമായിട്ട് വീട്ടിൽ വരികയല്ലേ, നമുക്ക് മധുരം കഴിച്ചിട്ട് കയറാം. ആ ആ ആ ഇതാ ആ ഇതാ താത്ത ആ തുമ്മയ്ക്ക്. ആ എന്താ എനിക്കിതൊന്നും പറ്റൂലേ? അതിന് വാപ്പായ്ക്ക് ഷുഗർ അല്ലേ? എന്ത് ഷുഗർ? ഇനി ഷുഗർ നമുക്കൊരു പ്രശ്നമല്ല. ഒന്നുകൂടി ഇങ്ങോട്ട് കാട്ടിക്ക. സ്വർഗത്തിൽ വാതിൽ തുറക്കുവാനായി